വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവയും കടുകും ഇട്ടു. ഇനി ഇത് പൊട്ടി വരണം. ഇതാ പൊട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് കരിവേപ്പിൻ്റെ ഇലയുണ്ട്. നമുക്കത് കയ്യിലേക്കിടാം. നമ്മുടെ അച്ചാറിലേക്ക് നമ്മൾ ആ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ അച്ചാർ പൊടി ഉണ്ടായിരുന്നു അതും ഇട്ടു. ഇത് നല്ലോണം ഇളക്കിയിട്ട് നന്നായി വരട്ടോ. വേണ്ടി ഊറ്റി വെച്ചതാ. ഇനി നമുക്കിത് നമ്മുടെ മസാലയിലേക്ക് കൊണ്ടിടാം. ഇത്രേ ഉള്ളൂ. നല്ല കുടമുളകൊക്കെ ഉണ്ട്. ഇതൊന്ന് കടന്ന് ഇതൊന്ന് സെറ്റാകട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. എന്നതിപ്പോൾ ഉപ്പ് ഇട്ടത് കൊണ്ട് നമുക്ക് നോക്കിയിട്ടിടാം. പിന്നെ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ നമുക്കിതൊക്കെ വിനാഗിരി ഒഴിക്കാം. ഒഴിച്ചു. പിന്നെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം. ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് സുർക്ക ഒഴിച്ചിട്ടോ. സുർക്ക പറഞ്ഞാൽ വിനാഗിരി അതൊഴിച്ചു. നല്ലോണം ഇളക്കി. ഇത് നല്ലോണം ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. നല്ല ചൂട് കഞ്ഞീൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് എടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും ഈ മുളകൊക്കെ ഒന്ന് കഴിക്കാൻ. അതുപോലെ തന്നെ ഉണ്ടോ വലിയ കഷ്ണം നാരങ്ങയൊക്കെ ഉണ്ട്. കുടമുളകിനൊക്കെ നല്ല എരിവാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി. സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കായ ഉണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച് ചേർക്കണം. നല്ലതാട്ടോ. കായ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല.